ഇന്നിവിടെ പ്രതിഷേധത്തിന് കാരണമായ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അക്രമം നമുക്കറിയാം. കേരള സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണം ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറയൂരിലെ സവിശേഷ സാഹചര്യത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ആക്രമണം കൂടി തടയേണ്ട സാഹചര്യം ഇന്ന് സംജാതമായിരിക്കുന്നത്. കിരാതമായ ആക്രമണങ്ങൾ നടത്തുന്ന വന്യജീവികളെക്കാൾ കഷ്ടമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ ചന്ദനമരം സംരക്ഷിക്കാൻ വേണ്ടി ഈ മറയൂരിന്റെ മണ്ണിൽ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിസന്ധി. അത് പേടിച്ചിവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നിവൃത്തിയില്ല. ഇവിടുത്തെ യുവാക്കൾക്ക് തങ്ങളുടെ ഉപജീവന മാർഗം തേടിക്കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് കേരളത്തിലെ വിവിധ കർഷക സംഘടനകൾ ഇവിടെയുള്ളവർക്ക് പ്രതിഷേധിക്കാൻ ധൈര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ മറയൂരിലേക്ക് എത്തിച്ചേരുകയും കേരളത്തിന്റെ പ്രമുഖമായിട്ടുള്ള ഏതാണ്ട് 68ഓളം വരുന്ന കർഷക പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ ഇന്നിവിടെ എത്തിച്ചേർന്ന് ഈ പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ മറയൂരിലെ ചന്ദനമരങ്ങൾ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഏറ്റവും ഗുണം കൂടിയ ചന്ദനമരങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സംരക്ഷിക്കാൻ വേണ്ടി വിപുലമായ സംവിധാനങ്ങൾ കേരള ഗവൺമെന്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഒരുക്കിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ റോഡിന്റെ വീതി എത്രയാണ്? സാധാരണഗതി 45 അല്ലെങ്കിൽ 60 മീറ്റർ ആണ് എങ്കിൽ ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഈ ചന്ദനമരം സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ വാച്ചർമാരെ നിയമിച്ചിരിക്കുന്നത് 50 മീറ്റർ ചുറ്റളവിൽ 4 വാച്ചർമാർക്ക് ചെക്ക് പോസ്റ്റുകൾ വാച്ച് ടവറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. 50 മീറ്ററിൽ 4 വാച്ച് ടവറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ 4 വാച്ച് ടവറുകളിൽ രാത്രിയിൽ 2 പേർ വീതം 8 ആളുകൾ അത് കാവൽ നിൽക്കുന്നുണ്ട്. 50 മീറ്റർ എന്ന് പറഞ്ഞ ഈ റോഡ് കൂടെ മറ്റേ അറ്റത്തെത്തുന്ന ദൂരം മാത്രമേ ഉള്ളൂ. രാത്രിയിൽ 8 ആളുകൾ ഈ 4 വാച്ച് ടവറുകളിലായി അവര് ഈ ചന്ദനമരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പകൽ സമയത്ത് 4 വാച്ച് ടവറുകളിലും ഓരോ ആളുകൾ വീതം അങ്ങനെ 4 പേർ. അങ്ങനെ ഒരു ദിവസം 12 ആളുകൾ വാച്ച് ടവറുകളിൽ ഇരുന്ന് നിരീക്ഷിക്കും. 50 മീറ്റർ മാത്രം അകലങ്ങൾ സ്ഥാപിച്ചുള്ള വാച്ച് ടവറുകളിൽ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ 12 അടി ഉയരമുള്ള വേലി മറികടന്നുകൊണ്ട് അവിടെ 4 ചെറുപ്പക്കാർ കൂടി 2 ചന്ദനമരം മോഷ്ടിച്ചു എന്നാണ് വനംവകുപ്പിന്റെ ആരോപണം. അങ്ങനെയാണ് ആ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയത്. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഈ 8ഉം 4ഉം 12 ആളുകൾ ഒരു 50 മീറ്റർ ചുറ്റളവിൽ ചന്ദനമരം സൂക്ഷിക്കാൻ വെച്ചിട്ടും അവിടെ നിന്ന് ചന്ദനമരം പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഈ നാട്ടിലെ മറ്റാരുമല്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഈ കള്ളന്മാരെ കുറുക്കനെ ഏൽപ്പിക്കുന്നത് പോലെ ആണ് ഇന്ന് ചന്ദനമരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാമോ, അടിമാലി റേഞ്ച് ഓഫീസറായിട്ടിരുന്ന ജോജി എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അദ്ദേഹത്തിന്റെ കുമളിയിലുള്ള റിസോർട്ടിലേക്ക് വെട്ടിക്കടത്തിക്കൊണ്ടുപോയത് 120 ഇഞ്ച് വണ്ണമുള്ള തേക്ക് നടിയാണ്. അതിന് അയാൾ കുറെ കാലം പുറത്ത് നിൽക്കേണ്ടി വന്നു. അഴിമതി വീരന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളത്. ഇവിടെ മരങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കർഷകരും ഈ വനത്തിലൂടെ പ്രവേശിക്കുന്നില്ല. അത് വിൽക്കുന്നതും അത് വെട്ടിക്കടത്തിക്കൊണ്ടുപോകുന്നതും അതിന് പുറത്ത് നാളുകളെ കൊണ്ടുവരുന്നതും ഈ കാട്ടുകള്ളന്മാരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അതിന് ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിക്കണം. അങ്ങനെ അന്വേഷിച്ച് കുറ്റക്കാരായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കണം. അല്ലാതെ സാധാരണക്കാരായ മനുഷ്യരെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കാൻ അതിന് ഇന്ത്യൻ ഭരണഘടന ഒരു ഉദ്യോഗസ്ഥന് അനുവാദം കൊടുത്തിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന അനുവദിക്കാത്ത നിയമം അനുവദിക്കാത്ത സംവിധാനവുമായി ജനങ്ങളെ ഉപയോഗിക്കാൻ മുമ്പോട്ട് വന്നാൽ അത്തരം കാര്യങ്ങളെ അല്പം നിയമവിധേയമല്ലാതെ നേരിടാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകും എന്നാണ് ഈ സമ്മേളനത്തെ പ്രഖ്യാപിക്കാനുള്ളത്. അതുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കർഷക പ്രസ്ഥാന നേതാക്കന്മാർ ഇവിടെയുണ്ട്. അവർക്കും മനുഷ്യ സഹജീവികളോട് മനുഷ്യരോട് സ്നേഹമുള്ള അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ
അവരെ മാനിക്കുകയും അവരെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറുള്ള ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ പ്രവർത്തകരുണ്ടെന്ന് മനസ്സിലാക്കണം. ചെങ്ങന്നൂരല്ല, എവിടെ പോയി വിളിച്ചാലും ഈ ഉദ്യോഗസ്ഥരുടെ മർദ്ദനം കഴിഞ്ഞു പോയാൽ അവിടെയെല്ലാം തേടി കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു അണികൾ, ഒരു ജനപിന്തുണ ഈ പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാമാന്യം ഇവിടെയുള്ള പോസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ മാങ്കുളത്ത് DFO വന്ന് അവർ ജനങ്ങളെ ചവിട്ടിമതിക്കാൻ വന്നപ്പോ ആ DFOയ്ക്ക് മൂത്രം പോകുന്നില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ എന്ന് മനസ്സിലാക്കിയാൽ മതി. ജനവിരുദ്ധമായി നിയമവിരുദ്ധമായി ജനങ്ങളെ കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് പ്രതിരോധിക്കാൻ ഇന്ന് ആധുനിക സമൂഹത്തെ മനുഷ്യൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ കേരള ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇന്ന് ജനവിരുദ്ധമായ ഉത്തരവുകൾ ഇറക്കുക, വനവിസ്തൃതി വർദ്ധിപ്പിക്കുക, കാട്ടുമരങ്ങളെ അഴിച്ചുവിട്ട് ജനങ്ങളെ ഈ നാട്ടിൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക നടപ്പിലാവുന്ന കാര്യമല്ല. കേരള സംസ്ഥാനത്തിന് ഇത് നടക്കില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ മര്യാദയ്ക്ക് ഇരുത്താൻ വന്യജീവി വകുപ്പുമായിട്ട് യാതൊരു വിവരവുമില്ലാത്ത മന്ത്രിമാരെ ഇവിടെ സംസ്ഥാനത്ത് അധികാരത്തിലിരുത്തിക്കൊണ്ട് അവരെ ജനവിരുദ്ധ നടപടികളുമായി പോകാൻ അനുവദിക്കാൻ ഇത് തയ്യാറില്ല. അതുകൊണ്ടാണ് കേരള സംസ്ഥാനത്തിന്റെ മുഴുവൻ ശക്തി സമാഹരിച്ചുകൊണ്ട് അടുത്ത മെയ് മാസത്തിൽ കർഷക സംഘടനകളുടെ കോൺക്ലേവ് ഇന്ന് ഈ കേരള സംസ്ഥാനത്ത് ഏറ്റവും വലിയ കോൺക്ലേവ് 2 ദിവസം കൊണ്ട് സംഘടിപ്പിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ മുഴുവൻ സഹകരണം ഉണ്ടാവണം. ആരെയും പേടിച്ച് മാളത്തിലിരിക്കുകയല്ല വേണ്ടത്. ഇവരെ രംഗത്ത് വരെ സ്വന്തം സൈനികളെ സംരക്ഷിക്കാൻ ജനങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കോഴിക്കോട് നിന്ന് ജോലിക്കടത്തിലടക്കമുള്ള സിനിമകളടക്കമുള്ള ഇവിടെ ജോസൂട്ടി ഒഴുകിയിലടക്കമുള്ള നേതാക്കളോട് എത്തിച്ചേർന്നു. അതുകൊണ്ട് ഈ കർഷക പ്രസ്ഥാനത്തിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ മുഴുവൻ ആളുകളെയും ഈ നാട്ടിലെ മുഴുവൻ സാധാരണക്കാരായ ആളുകളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച മലയോരിലെ ശ്രീ അഡ്വക്കേറ്റ് മാൻസർ അടക്കമുള്ള നേതാക്കന്മാരെ ഈ ഇതിൽ പങ്കെടുത്ത ആളുകൾ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.